ചോദ്യം 1. 15-ാം അധ്യായത്തിൽ പറയുന്ന വിവരണമനുസരിച്ച് ക്രിസ്ത്യാനികൾക്കിടയിലെ തർക്കം പരിഹരിക്കുവാൻ യെരൂശലേമിൽ നടന്ന ആലോചന യോഗത്തിൽ യേശുതമ്പുരാന്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് ശിഷ്യഗണത്തിൽ ഉൾപ്പെട്ട എത്ര ശിഷ്യന്മാർ സംസാരിച്ചു? ചോദ്യം 2. വിശുദ്ധ പൗലോസിന്റെയും ബർണബാസിന്റെയും ഇടയിൽ തർക്കമുണ്ടാകുവാൻ കാരണമെന്താണ്? ചോദ്യം 3. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് വിശുദ്ധ പൗലോസ് പറഞ്ഞപ്പോൾ ഒരു വീടടക്കം ആനന്ദിച്ചു. ഇത് 16-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. ഈ വീട് ഏത് ദേശത്തായിരുന്നു? ചോദ്യം 4. നിങ്ങളുടെ ഈ അജ്ഞാത ദൈവവും ഞാൻ പ്രസംഗിക്കുന്ന ദൈവവും ഒന്നു തന്നെയാണ്. ഒരു സമൂഹത്തോടാണ് വിശുദ്ധ പൗലോസ് ഇത് പ്രസംഗിക്കുന്നത്. ആരോടാണ് പ്രസംഗിക്കുന്നത്? ചോദ്യം 5. ഒരു നേർച്ച നിമിത്തം തല മുണ്ഡനം ചെയ്തത് ആരാണ്? ചോദ്യം 6. യേശുവിന്റെ നാമത്തിൽ ദുരാത്മാക്കളോട് പുറത്തു പോകുവാൻ കൽപ്പിച്ചിട്ടും ദുരാത്മാക്കൾ പുറത്തു പോകുവാൻ തുനിയാതെ തങ്ങൾക്കെതിരായി കൽപ്പിച്ചവരെ ഉപദ്രവിച്ചു. ആരെയാണ് ദുരാത്മാക്കൾ ഉപദ്രവിച്ചത്? ചോദ്യം 7. തന്റെ ജീവനോപാധി നഷ്ടപ്പെടുമെന്ന് കണ്ട് ജനങ്ങൾക്കിടയിൽ പൗലോസിനെതിരെ കലഹമുണ്ടാക്കിയ വ്യവസായി ആരാണ്? ചോദ്യം 8. വിശുദ്ധ പൗലോസിന്റെ പ്രസംഗം കേട്ട് ഉറങ്ങി വീണ് മരിച്ച് ഉയർത്തെഴുന്നേറ്റ വിശ്വാസി ആരാണ്? ചോദ്യം 9. 20-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് ഒരു സഭയോട് തന്റെ വിടവാങ്ങൽ പ്രസംഗം നടത്തുന്നുണ്ട്. ഏത് സഭയോടാണ് വിശുദ്ധ പൗലോസ് ഈ പ്രസംഗം നടത്തുന്നത്? ചോദ്യം 10. നൽകുന്ന സൂചനകൾ ഉപയോഗിച്ച് ആളെ കണ്ടെത്തുക. ഒന്നാമത്തെ സൂചന, ഇദ്ദേഹം ഒരു പ്രവാചകനാണ്. രണ്ടാമത്തെ സൂചന, ഇദ്ദേഹത്തിന്റെ 2 പ്രവചനങ്ങൾ ഇതിനോടകം നിങ്ങൾ വായിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ സൂചന, അതിൽ വലിയ ക്ഷാമത്തെക്കുറിച്ചായിരുന്നു ഒരു പ്രവചനം. നാലാമത്തെ സൂചന, ആദ്യ പ്രവചനം യെരൂശലേമിൽ നിന്ന് അന്ത്യോക്യയിൽ വന്ന് നടത്തി. അഞ്ചാമത്തെ സൂചന, ഇതിനോടകം നിങ്ങൾ വായിച്ച ഇദ്ദേഹത്തിന്റെ 2-ാം പ്രവചനം അനുസരിക്കുവാൻ ഒരാൾ തയ്യാറായില്ല.